നമ്മൾ ഇന്ന് ഈ ഒരു വെബിനാറുമായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ ലൈൻമാൻ എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. PWDയുടെ ഇലക്ട്രിക്കൽ വിങ്ങിലുള്ള ലൈൻമാൻ നോട്ടിഫിക്കേഷൻ ആണ്. 436/2024 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ആണ് PWD ലൈൻമാൻ എന്ന് പറയുന്നത്, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ലൈൻമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ആയിട്ട് നടന്ന എക്സാമിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു വെബിനാർ മുന്നോട്ട് പോവാം. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈൻമാൻ PWD ആണ്, ഇലക്ട്രിക്കൽ വിങ് ആണ്. അതിലിപ്പോ തന്നെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷനിലാണ് നമ്മളെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടാവുക. ഡിസ്ട്രിക്ട് വൈസ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല ഇയറിലായിട്ട്, അതായത് ഓരോ വർഷത്തിലും ശരിക്കും നമുക്ക് പറയാം PWD ലൈൻമാൻ എക്സാമുകൾ നടക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് പ്രീവിയസ് ആയിട്ട് 2023 എക്സാം നടന്നു. 2024 ഒരു ജില്ലയ്ക്ക് മാത്രമായിട്ട്, 2023 4-5 ജില്ലക്കായിട്ടുള്ള ഒരു എക്സാം നടന്നു. 2024 ഒരു ജില്ലയ്ക്ക് മാത്രമായിട്ടുള്ള എക്സാം നടന്നു. അങ്ങനെ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, PWD ലൈൻമാൻ എക്സാമുകൾ നടക്കുന്നുണ്ട്. അത് മറ്റ് പല എക്സാമുകളുടെ കൂടെ ആയിരിക്കും നടക്കുന്നതെന്ന് മാത്രം. അത് പ്രീവിയസ് ആയിട്ട് നമുക്ക് ഓരോ വർഷം നടക്കുന്നത് ഓരോ എക്സാമുകളുടെ കൂടെ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കും. പ്രധാനമായിട്ടും നമ്മളെ ഇപ്പൊ കഴിഞ്ഞ 2024 നമ്മൾ ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ തുടങ്ങിയിട്ടുള്ള എക്സാമുകളുടെ കൂടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2023 പ്രധാനമായിട്ടും ലൈൻമാൻ എന്നുള്ളത് തന്നെ ആയിരുന്നു അതിനകത്ത് ഒരു കാറ്റഗറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് എക്സാമുകൾ നടക്കാറുള്ളത്. അപ്പൊ എല്ലാ വർഷവും ഈ ഒരു എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം PSCയുടെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മേജറായിട്ട് അറിയുന്ന ഒരു കാര്യം എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് അതിനകത്ത് ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര മാർക്കിന് ഓരോ ടോപ്പിക്കും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാണ് അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നടന്ന എക്സാമുകൾ ഇപ്പൊ 2019 മുതലൊക്കെ നമുക്ക് ആ സിലബസ് വന്നതിന് ശേഷം PSC ഇതുവരെ ആ ഒരു സിലബസ് ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിലബസ് അനുസരിച്ചിട്ട് തന്നെ 2019 അല്ല 2020 മുതൽ ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആദ്യം അപ്ലൈ ചെയ്യുന്ന കാര്യം നോക്കുക. 436/2024 കാറ്റഗറി നമ്പർ വരുന്നത് PWD ഇലക്ട്രിക്കൽ വിങ്ങിലെ ലൈൻമാൻ എന്ന പോസ്റ്റിലേക്ക്. ലൈൻമാൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മേജറായിട്ട് നമ്മളെ ഇലക്ട്രിക്കൽ ഫാൾട്ട് ഐഡന്റിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരുന്നത്. PWD ആണ്, നമുക്കറിയുന്ന നല്ലൊരു ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റും ആ ഒരു ജോബ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെയിൻ നമ്മൾ പറഞ്ഞു 436/2024 1/1/2025 അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 1/1/2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 1/1/2025 അതിന്റെ കൂടെ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു, എന്താണ് നിങ്ങൾ ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇത് നോക്കേണ്ടത്. അവിടെ നമുക്ക് 3 ഡിസ്ട്രിക്റ്റിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക അതിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഏത് ഡിസ്ട്രിക്റ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക അവിടെ അപ്ലൈ ചെയ്യുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. 19 മുതൽ 36 വയസ്സ് വരെ ഏജ് ഉണ്ട്. അതിന് ഏജ് റിലാക്സേഷൻ സാധാരണ PSCക്ക് വരുന്ന പോലെ തന്നെ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റിലാക്സേഷൻ വരുന്ന കാറ്റഗറികൾക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ടായിരിക്കും. 19 മുതൽ 36 വരെ സാധാരണ ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിലും ഏജ് റിലാക്സേഷൻ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷനും അവിടെ വരുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ വേക്കൻസിയുടെ കാര്യം പറഞ്ഞു. വേക്കൻസിയുടെ കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ്, അതായത് ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വേക്കൻസി അവിടെ പറയുന്നത്. ഇപ്പൊ നിലവിലുള്ള വേക്കൻസി ആണ് പറയുന്നത് പത്തനംതിട്ട, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ നിലവിലുള്ള വേക്കൻസിയാണ്. ഇപ്പൊ കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നതിന്റെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ എക്സാം കറക്റ്റ് ആയിട്ട് നിലവിൽ വേക്കൻസി ഉള്ളത് വെച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആലപ്പുഴയാണ് കഴിഞ്ഞ എക്സാം നടന്നത്, അത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിലവിലുള്ള വേക്കൻസിയാണ് നമുക്കിപ്പോ പറഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ടയിൽ 3 വേക്കൻസി, കാസർഗോഡ് 1 വേക്കൻസി ആൻഡ് വയനാട് 3 വേക്കൻസിയാണ് ഇപ്പൊ നിലവിലുള്ളത്. പക്ഷെ അത് മേജറായിട്ട് ഇപ്പൊ വേക്കൻസി അങ്ങനെയല്ല. നമ്മളിപ്പോ കഴിഞ്ഞ ലിസ്റ്റുകളൊക്കെ നോക്കാൻ 2023 ലിസ്റ്റ് തന്നെയാണെന്നുണ്ടെങ്കിലും വേക്കൻസിയേക്കാൾ ഇരട്ടി തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും അഡ്വൈസുകൾ അതിന് പോയിട്ടുണ്ട്. അത് അഡ്വൈസ് പോയതാണ് മേജർ എന്ത് ചെയ്യുന്നുണ്ട്
വേക്കൻസിയും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്വൈസ് പോയത് മാത്രമല്ല, വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള അഡ്വൈസ് വന്നിട്ടുമുണ്ട്, അവിടെ പോയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേക്കൻസിയും അഡ്വൈസും വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു ലൈൻമാൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്ര കുറച്ചേ ഉള്ളൂ എന്നുള്ള ഒരു ഇതിൽ നിൽക്കേണ്ട. അപ്പൊ കാസർഗോഡ് ആണെങ്കിൽ പോലും ഒരു വേക്കൻസി ഉള്ളെങ്കിൽ പോലും അവിടെയും എന്ത് ചെയ്യാം, ഒഴിവുകൾ വരാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾക്ക് സ്ഥലം സൗകര്യ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, വേക്കൻസി അതിനനുസരിച്ചിട്ട് ചെയ്യുക. കാരണം ഡിസ്ട്രിക്ട് വൈസ് കയറുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ വർക്ക് നമുക്ക് സ്റ്റേറ്റ് വൈഡ് ട്രാൻസ്ഫർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നീട് പണിയാണ്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡിസ്ട്രിക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് അവൈലബിൾ ആവുള്ളൂ, ആ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡിസ്ട്രിക്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പത്തനംതിട്ട, കാസർഗോഡ്, വയനാടാണ് ഇപ്പൊ ഒഴിവുകൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ളത്. ബാക്കി ഒരു 5 കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 5, 6, 7, മൊത്തം 10 ഡിസ്ട്രിക്ട് ആയി. അടുത്ത വർഷത്തേക്ക് വീണ്ടും വരും കേട്ടോ. അപ്പൊ അത് ഓരോ വർഷം ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം തന്നെ വിളിക്കും. നമ്മുടെ ട്രേഡ്സ്മാൻ എക്സാം ഒക്കെ അതുപോലെ ആയിരുന്നു. കഴിഞ്ഞ ഇതൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോഴും ഡിസ്ട്രിക്ട് വൈസ് തന്നെയാണ് വരുന്നത്. അത് ഓരോ ഡിസ്ട്രിക്റ്റിലും എത്രത്തോളം വേക്കൻസി ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും വിളിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വർഷവും ഇനി എന്തെങ്കിലും ലൈൻമാൻ വരും. അടുത്ത വർഷം തന്നെ ഇതിന്റെ എക്സാമും നടക്കും. അതൊരു ഷുവറുള്ള കാര്യമാണ്. അടുത്തൊരു വർഷം നമുക്ക് 2025 തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ എക്സാം നടക്കും. മേ ബി നമുക്ക് 2025 ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഇതിന്റെ ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് മുന്നേ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു മാസം ശരിക്കും PSCയുടെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഒരു ഡിസംബർ 31 അല്ലെങ്കിൽ ജനുവരി 1, 2 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, PSC ആ ഒരു വർഷത്തേക്കുള്ള കലണ്ടറൊക്കെ, ഒരു പ്രോബബിൾ കലണ്ടറൊക്കെ ഇടാറുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കലണ്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാം ഏതാണ് എക്സാം എന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്നാലും നടക്കേണ്ടതാണ്. ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷനിലൊക്കെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഒരു സെപ്റ്റംബർ നവംബറുകളിലൊക്കെ എക്സാം നടക്കാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതും എന്ത് ചെയ്യാം, പറയാം. അതിന് മുന്നേ ആയിട്ട് ചിലപ്പോൾ നടത്താം, അല്ലെങ്കിൽ അതിന് ആ ഒരു കാറ്റഗറി ആ ഒരു മാസങ്ങളിലായിരിക്കും വരുന്നുണ്ടാവും. PSC അങ്ങനെയാണ് ഒരു കലണ്ടർ ഇടാറുള്ളത്. കാരണം ജനുവരി, ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞ് ഏപ്രിൽ മുതലുള്ള കലണ്ടറാണ് PSC ഇന്ത്യ ഇടാറ്. കാരണം ജനുവരിയിലൊക്കെ എക്സാം ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് തന്നെ അറിയുന്നുണ്ടാവും, ജനുവരി നടക്കുന്ന എക്സാം, ഫെബ്രുവരി നടക്കുന്ന എക്സാമിനൊക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏപ്രിൽ മുതലുള്ള ഇതായിരിക്കും PSC ഇടുക. ഏപ്രിലൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ടാണ് എക്സാം എങ്ങനെയാലും വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമിന് ഉണ്ടാവില്ല, സെക്കൻഡ് ടൈം ഓർ തേർഡ് ടൈം ആ ഒരു എക്സാമിൽ ആ ഒരു ഷിഫ്റ്റിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് മേ ബി എക്സാം നടക്കാൻ പോകുന്നത്. അതും കോമൺ എക്സാം ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ എക്സാമുകളൊക്കെ കോമൺ എക്സാം ആയിട്ടാണ് നടക്കുന്നത്. മറ്റ് ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളൊക്കെ ഇതിന് കൂടെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളെല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും ഒരു എക്സാം അവിടെ നടത്തുന്നുണ്ടാവും കേട്ടോ. ജോബ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ജോബാണ്. പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ITI ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ് അവിടെ വരുന്നത്. കൂടുതലും പ്രാക്ടിക്കലൈസ്ഡ് ആയിട്ടുള്ള ജോബുകളായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ITI പോസ്റ്റ് ആണ്. ITI പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITIക്കാർക്ക് ITI ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ITI ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളാണ് പറയുന്നത്. മറ്റുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഈക്വൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ മറ്റുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ITI ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് ലൈൻമാൻ പോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ ലിസ്റ്റുകളിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. എന്നാൽ ITI ബേസ്ഡ് പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ഇലക്ട്രിക്കലി നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനായിട്ട് ഇലക്ട്രിക്കൽ നമുക്ക് തരുന്നത് അല്ലെ. കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്തൊരു സിലബസ് ആയിരുന്നു. ഇപ്പൊ 2024 തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കാം. 2024 ഏപ്രിൽ 30 കഴിഞ്ഞ എക്സാം, നമ്മുടെ ട്രേഡ്സ്മാന്റെ എക്സാം, ആ ഒരു സിലബസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈൻമാന്റെ എക്സാമിന് വേണ്ടിയിട്ടും ഫോളോ ചെയ്യാറുള്ളത്. അപ്പോ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏതാണ്, 26,500 മുതൽ 60,700. നല്ലൊരു സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു എക്സാം തന്നെയാണത്. 26,500 മുതൽ 60,700 വരെയാണ് നമുക്ക് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ആൻഡ് വേക്കൻസി എന്ന് പറയുന്നത് പത്തനംതിട്ട, കാസർഗോഡ്, വയനാട്. ഇതിലിപ്പോ ഒരു വേക്കൻസി എന്നല്ലെങ്കിൽ പത്തനംതിട്ടയിലൊക്കെ 3 വേക്കൻസി ഉണ്ട്, കാസർഗോഡ് 1 വേക്കൻസി ആണ്. അപ്പൊ അത് നിങ്ങളൊരു കട്ട് ഓഫിന്റെ മാനദണ്ഡമായിട്ട് എടുക്കണ്ട. കാരണം നമ്മൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് അവിടെ വരുന്ന എത്ര ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ എത്ര ആൾക്കാർ ആ എക്സാം എഴുതുന്നു എന്നുള്ളതിനൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക അവിടുത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് വേക്കൻസി വെച്ചിട്ടല്ല കട്ട് ഓഫ് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ
ഈ വേക്കൻസിയുടെ എണ്ണം ഇപ്പൊ നിലവിലുള്ള വേക്കൻസിയുടെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. അത് മേ ബി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വേക്കൻസി ഇനിയും കൂടുന്ന സാഹചര്യം വരുന്നുണ്ടായിരിക്കും. കാരണം ജോലിയിൽ കയറിയവർ തന്നെ നമ്മളെ മറ്റുള്ള ലിസ്റ്റുകളിലേക്കൊക്കെ പോകുന്നവരുണ്ടായിരിക്കും, കഴിഞ്ഞ ലിസ്റ്റിൽ കിട്ടിയവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു വേക്കൻസി പിന്നീട് എന്ത് ചെയ്യാണ്, ഒന്നിച്ചു വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേക്കൻസിയുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യേണ്ട. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജില്ല സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലതെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ വളരെ ഹയർ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, സാധാരണ വരല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരും കൂടെ എഴുതുന്നത് കൊണ്ട് തന്നെ, IT കാരും അതിന് കൂടെ എല്ലാവരും എഴുതുന്നത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. സിമ്പിൾ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് കൂടുതലുള്ള ഒരു എക്സാമുകൾ തന്നെയാണ് സാധാരണ വരാറുള്ളത്. നമ്മളെ മിക്കവാറും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കാം കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു കട്ട് ഓഫ് അനുസരിച്ചുള്ള കോമ്പറ്റീഷൻ ലെവൽ എവിടെയും നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വരുന്നുണ്ടാവും. അതുകൊണ്ട് എങ്ങനെയായാലും നല്ലൊരു കോമ്പറ്റീഷൻ വരുന്ന എക്സാം ആണ്. അപ്പോൾ കോമ്പറ്റീഷൻ വരുന്നുണ്ടെങ്കിലും നല്ലൊരു സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു എക്സാം കൂടിയാണ്. പിന്നെ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് വൈസ് എക്സാം ആണ്. അല്ലെങ്കിൽ നല്ലൊരു ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ജോലി ലഭിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്നതാണ്. അപ്പൊ 26,500 മുതൽ 60,700 വരെയുള്ള ഒരു പേയിലുള്ള ജോബാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. IT ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ IT ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ പറയുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ IT-കാർക്ക് അവിടെ നമുക്ക് പറയുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ ഹാവിംഗ് അണ്ടർഗോൺ a course of study of not less than 1 year from an institution recognized by government. ഒരു വർഷത്തിൽ കുറയാത്ത ഏത് ക്വാളിഫിക്കേഷനും എന്ത് ചെയ്യും അവിടെ പറ്റും എന്നുള്ളത് നമുക്കത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ്, അപ്പൊ ഇതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ബാക്കി എല്ലാ ക്വാളിഫിക്കേഷനും വരുന്നത്. കാരണം ഒരു വർഷത്തിൽ കുറയാത്തത് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം ഇതിൽ പറ്റുന്നതാണ്. അതായത് IT or IITC വയർമാൻ, IT or ITC ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പിന്റെ കൗൺസിലിന്റെ ഇലക്ട്രീഷ്യൻ സർട്ടിഫിക്കറ്റ്, കേരള ഗവൺമെന്റിന്റെ KGC സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള KGC ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ്, NTC IT-യുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ITC എന്ന് പറയുന്ന പഴയ സർട്ടിഫിക്കറ്റ് ആണ്, ഇപ്പൊ NTC സർട്ടിഫിക്കറ്റ് ആണെന്നാണ് പറയാ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള NTC സർട്ടിഫിക്കറ്റ്. ഈ NAC സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും അറിയാത്തുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ IT പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്രന്റീസ്ഷിപ്പ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ IT കഴിഞ്ഞ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് NAC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ NTC വയർമാൻ, NTC ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കഴിഞ്ഞവര് NTC ഇലക്ട്രീഷ്യൻ കോഴ്സ്. പിന്നെ SCVT എന്ന് പറയുമ്പോൾ IT തന്നെയുള്ളതാണ്. NCVTക്ക് പകരമായിട്ട് SCVT സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പൊ NCVT ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിന് അപ്ലൈ ചെയ്യാം. പിന്നെ NCVT ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കോഴ്സ്, ഇപ്പൊ അല്ല ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു NCVT കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിന്റെയും സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് യൂസ് ചെയ്യാം. ഇതെല്ലാം IT ബേസ്ഡ് ആണ്. അതായത് 2 വർഷ കോഴ്സുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് നമ്മൾ 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്കും ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ്. അപ്പൊ ഇലക്ട്രോണിക്സ് ആർക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരും അതിന് ആ ഒരു എക്സാമിന് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മേജറായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്കൊന്നും ഇതിന്റെ സിലബസ് വെച്ചിട്ട് കൂടുതലും നമുക്കറിയാം ഈ ട്രാൻസ്മിഷൻ ഒക്കെ ഒരുപാട് വരുന്ന ഇതാണ് കേട്ടോ. ട്രാൻസ്മിഷൻ അതായത് നമ്മൾ പവർ സിസ്റ്റം ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു സിലബസ് ആണ് അതിന് വരുന്നത്. അതായത് മേ ബി 20 മാർക്കോളം എന്ത് ചെയ്യുന്നുണ്ട്, പവർ സിസ്റ്റത്തിൽ മാത്രം വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അവിടെ ചോദിക്കാറുള്ളത്. മേ ബി അല്ല, 20 മാർക്കോളം പവർ സിസ്റ്റത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ വരാറുള്ളത് കേട്ടോ. പിന്നെ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പിന്നെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ് മെയിൻ്റനൻസ്, NCVT സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ. അത് തന്നെയാണ് പറയുന്നത്. ഇത് പോരാത്തതിന് ബിടെക് ഉള്ളവരെ, എല്ലാ തരത്തിലുള്ള ബിടെക്കും, അത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബിടെക് ആണ്, ട്രിപ്പിൾ ഇ ബിടെക് ആണ് പറയുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം വല്ലാതെ പറയുന്നില്ല. അപ്പൊ ട്രിപ്പിൾ ഇ ബിടെക് ഉള്ളവരെ, എല്ലാ തരത്തിലുള്ള ബിടെക്കിലും ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ബിടെക് ഉള്ളവരെയും, അത് പോരാത്തതിന് എന്ത് ചെയ്യുന്നുണ്ട്, MTech ഉള്ളവരെയും ഇതിന് ക്വാളിഫൈഡ് ആണെന്ന് പറയുന്നുണ്ട്.
പിന്നെ AMI സെക്ഷൻ A and B ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവരും ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ക്വാളിഫൈഡ് ആണ്, എല്ലാവരും ക്വാളിഫൈഡ് ആണ്. അതായത് ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരെല്ലാം ക്വാളിഫൈഡ് ആണ്. അതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ അവിടെ പറഞ്ഞിടുന്നത്. എന്താണ്, ഒരു വർഷത്തിൽ കുറയാതെയുള്ള ഏത് ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് ആ ഒരു എക്സാമിന് ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ ഉള്ളത് മറ്റ് ഇതല്ലാതെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കും. സിറ്റി ആൻഡ് ഗ്ലേഡ്സ് എക്സാമിനേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് കോഴ്സ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡഡ് 31/3/1985 അല്ലെ. അതിന് മുന്നേ ചെയ്ത വിൽ നോട്ട് ആക്സെപ്റ്റഡ്. ആഫ്റ്റർ അത് കഴിഞ്ഞ ചെയ്തവർക്ക് എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അത് പഴയ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. പിന്നെ MGTE ആൻഡ് KGTE അതും പഴയ സർട്ടിഫിക്കറ്റ് ആണ്. ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ എന്ന് പറയുന്നതിൽ അത് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് കൊടുക്കാം. പിന്നെ ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ ഫ്രം വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെന്റർ അവർക്കും എന്ത് ചെയ്യാണ്, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രധാനമായിട്ടും അവിടെ വരുന്ന അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സുമായിട്ട് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിഫിക്കേഷൻ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. ഇനി ഇത് ക്വാളിഫിക്കേഷൻ നിങ്ങളെ എല്ലാവർക്കും ഇന്നെലിജിബിൾ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ ഇന്നെലിജിബിൾ ആയിരിക്കും കാണിക്കുന്നുണ്ടാവാം. ഇന്നെലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ഇക്വലന്റ് ഹയർ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. വാട്ട് ഇസ് മൈ ആ ഒരു ടാബ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അല്ലെ. ഇന്നെലിജിബിൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഏത് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഇതാണ്. അതല്ലാതെ ഈ ഫസ്റ്റ് ക്വാളിഫിക്കേഷന്റെ ഈക്വൽ ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആ ഒരു ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നതിന്റെ ഈക്വൽ ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വരുന്നു. ഇതൊരു വെബിനാർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചത് ക്ലിയർ ചെയ്ത് പോവാം. നമുക്ക് ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ സെക്ഷൻ. ഇത് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇത് ഏതൊക്കെ തരത്തിലുള്ള ജോബ് നാച്ചർ ആണ് കാര്യങ്ങളൊക്കെ. ജോബ് നാച്ചർ എന്ന് പറയുന്ന ഒന്നുമില്ല, സാധാരണ നമുക്ക് വരുന്ന ഇലക്ട്രിക്കൽ ഫാൾട്ട് ഐഡന്റിഫിക്കേഷൻ, വയറിങ് അതുപോലത്തെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക പ്രധാനമായിട്ടും അവിടെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ലൈൻമാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനകത്ത് വരുന്നത്. അപ്പോ പ്രധാനമായിട്ടും സർക്യൂട്ട് ഐഡന്റിഫിക്കേഷൻ, ഫാൾട്ട് ഐഡന്റിഫിക്കേഷൻ, വയറിങ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് മറ്റുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നുണ്ടായിരിക്കുക. അതാണ് ജോബ് നാച്ചർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെയാണ് അതിന് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ആ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നല്ലേ അല്ലെ. ഇനി നമ്മളെ ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് പറഞ്ഞു, നമ്മൾ എക്സാം ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് വേക്കൻസി വന്നിട്ടുള്ള പത്തനംതിട്ട, കാസർഗോഡ്, വയനാട് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ കഴിഞ്ഞ എക്സാം, അതായത് കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് 2022 ഒരു ലൈൻമാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ 2022 ഞാൻ ലാസ്റ്റ് 2 ലൈൻമാൻ നോട്ടിഫിക്കേഷന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിന് മുന്നേ ഉള്ള ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. 2020 ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 2023 വീണ്ടും ആലപ്പുഴയിൽ വന്നു. അപ്പൊ 3 വർഷം കൂടുമ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോ ലാസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ലൈൻമാൻ 2022 കാറ്റഗറി നമ്പർ 446/2022 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്കൊരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 446 എന്നൊക്കെ പറയുന്നത് ഏകദേശം നമ്മളെ ഇപ്പൊ വന്നൊരു കാര്യം അല്ലെ. അപ്പൊ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു 7-8 മാസങ്ങളിലൊക്കെ നമുക്ക് ഈ എക്സാം നടക്കാം. സെപ്റ്റംബർ ടു നവംബർ ആ മാസങ്ങൾക്കിടയിലൊക്കെ നമുക്ക് ഈ എക്സാം നടക്കാവുന്നതാണ്. ആ ഒരു എക്സാം പാറ്റേണിലായിരിക്കും നടക്കുന്നുണ്ടോ, കാരണം ഇത് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനിൽ വരുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പൊ അതിന്റെ വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെയും ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു. കോട്ടയത്ത് 2 വേക്കൻസി, ഇടുക്കി 4 വേക്കൻസി, മലപ്പുറം 1 വേക്കൻസി, കോഴിക്കോട് 8 വേക്കൻസി ആൻഡ് കണ്ണൂര് 2 വേക്കൻസി ആണ്. ആ 446/2022 അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. 426 14 17 വേക്കൻസി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഈ ഒരു ലൈൻമാൻ പോസ്റ്റ് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 17 വേക്കൻസി എന്ന് പറയുമ്പോൾ 17ഉം ഡിഫറെന്റ് ആയിട്ടുള്ള ജില്ലകളിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെയാണ് നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. അതായത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു അഡ്വൈസ് പോകുന്നത്, അത് എത്രത്തോളം അഡ്വൈസ് പോകുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഇതിന്റെ ഒരു ചാൻസ് പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് അല്ലെ. അപ്പോ ഈ എക്സാം 11/7/2023 എന്ത് ചെയ്തിരുന്നു, റോമർ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു.
ആ ഒരു OMR എക്സാം നടന്ന പ്രകാരം കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ അല്ലെ, ഇങ്ങനെ നമ്മള് 5 ജില്ലകളിലായിട്ടാണ് നടന്നത്. അത് ഒറ്റ ദിവസം ഒരു കോമൺ ടെസ്റ്റ് ആയിട്ടാണ് അവിടെ നടന്നിട്ടുണ്ടായത്. അപ്പൊ ഈ കോട്ടയം ജില്ലയിൽ ഒരൊറ്റ ടെസ്റ്റിൽ തന്നെയാണ്, അത് 11/7/2021 ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നിട്ടുള്ള എക്സാം ആയിരുന്നു ഇത്. കോട്ടയം ജില്ലയിൽ 74.33 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിഫറെന്റ് ജില്ലകളിൽ ഡിഫറെന്റ് കട്ട് ഓഫ് ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾ ആ ഒരു വേക്കൻസിയും കൂടി വെച്ചിട്ട് കട്ട് ഓഫിന്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ കോട്ടയം ജില്ലയിൽ 2 ഒഴിവാണ് ഉണ്ടായിരുന്നത്. ആ 2 ഒഴിവുണ്ടായിരുന്ന അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം 74.33 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്തു, 34 പേരെയാണ്, ആ 2 ഒഴിവിന് വേണ്ടിയിട്ട് 34 പേരെ മെയിൻ ലിസ്റ്റിൽ ഇടുകയും 9 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്തു. അപ്പൊ 2 ഒഴിവിന് വേണ്ടിയിട്ട് 9 അഡ്വൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോട്ടയം ജില്ലയിൽ പോയിട്ടുണ്ട്. ഇനി ഇടുക്കി ജില്ല നോക്കാം. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ അവിടെ 4 വേക്കൻസി ആണ് ഉണ്ടായിരുന്നത്. 4 വേക്കൻസി ആണ് ഉള്ളത്. 4 വേക്കൻസി വന്ന ഇടുക്കി ജില്ലയിൽ അവിടെയും കട്ട് ഓഫ് വന്നത് എത്ര തന്നെയായിരുന്നു, 74.33 ആണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കട്ട് ഓഫിന്റെ കാര്യത്തിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷെ അതൊരു വേക്കൻസി റിലേറ്റഡ് അല്ല കട്ട് ഓഫ് വരുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാക്കാം. അവിടെ അപ്ലൈ ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നുള്ളതിന് റിലേറ്റഡ് ആയിട്ട് കട്ട് ഓഫ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ഇത് പറയാൻ പറ്റില്ല, ഇത്ര പേര് അവിടെ അപ്ലൈ ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ജില്ല സെലക്ട് ചെയ്യണം എന്നുള്ളത് കൂടുതൽ വേക്കൻസി ഉള്ള ജില്ലകളിലേക്ക് കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യാറുണ്ടാവും അല്ലെ. എങ്ങനെയായാലും അതാണ് നമ്മളെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം, അതായിരിക്കും കൂടുതൽ വേക്കൻസി ഉള്ള ജില്ലകളിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന ജില്ലകൾ നോക്കിയിട്ട് നിങ്ങൾ ഇതാക്കുക എന്നുള്ളതല്ലാതെ വേക്കൻസി കൂടുതലുള്ള ജില്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സെലക്ട് ചെയ്യേണ്ട. എവിടെ പോയാലും നമുക്ക് കോമ്പറ്റീഷൻ ലെവൽ ഉണ്ട്. ഇപ്പോ വേക്കൻസി കൂടുതലല്ല, ഞാൻ ഇതിൽ തന്നെ ഒരു എക്സാമ്പിൾ അതിനുണ്ട്. വേക്കൻസി കൂടുതലുള്ളതായിരുന്നു കോഴിക്കോട്. 8 വേക്കൻസി ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 8 വേക്കൻസി ഉള്ള കോഴിക്കോട് കണ്ടോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത്, 77.33 കണ്ടോ. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്ന കോഴിക്കോട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എന്ത് ചെയ്തത്, അവിടെ വന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഏത് ജില്ല വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് വർക്ക് ചെയ്യും. കാരണം നമ്മളിത് പഠിക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞ് കട്ട് ഓഫിനല്ല നമ്മൾ വരേണ്ടത്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഏത് ജില്ല പറ്റും എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനനുസരിച്ചിട്ട് തന്നെ സെലക്ട് ചെയ്യുക. അപ്പൊ കോഴിക്കോട് 52 പേരാണ് ആ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത്. എന്നിട്ടും അതിന്റെ കട്ട് ഓഫ് എന്ത് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് ആണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളതാണ്, എന്നിട്ടും അതിന്റെ കട്ട് ഓഫ് എന്ത് ചെയ്യുന്നു, 77.33 മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. 17 പേർക്കാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അതായത് 8 ഒഴിവുള്ളതിന് 17 പേർക്ക് അഡ്വൈസ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇടുക്കിയാണെന്നുണ്ടെങ്കിൽ 4 ഒഴിവാണുള്ളത്, 74.33 തന്നെയാണ് അവിടെ കട്ട് ഓഫ് വന്നത്. 16 പേരുടെ ഷോർട്ട് ലിസ്റ്റ് മാത്രമാണ് ഇടുക്കി അവിടെ ഇട്ടിട്ടുള്ളത്. അതിൽ 8 പേര് എന്ത് ചെയ്തു, 8 പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇടുക്കിയുടെ ഉള്ളത്. അവിടെ ഇടുക്കിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കുറവ് ഷോർട്ട് ലിസ്റ്റിൽ എണ്ണം ഇട്ടിട്ടുള്ളത്. അത് മറ്റു ലിസ്റ്റുകളുടെ ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, എത്ര ഷോർട്ട് ലിസ്റ്റിൽ എത്ര എണ്ണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. മലപ്പുറത്ത് ഒരു ഒഴിവ് മാത്രം വന്നിരുന്ന ഒരൊറ്റ ഒഴിവ് മാത്രം വന്നിരുന്ന മലപ്പുറത്ത് 71.67 ആണ് കട്ട് ഓഫ്. അതായത് മറ്റുള്ള ജില്ലകളെല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ള, ഏറ്റവും കുറവ് എന്ന് പറയണ്ട, ഏറ്റവും കുറവിന് അടുത്തൊരു കട്ട് ഓഫ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലായിരുന്നു. പക്ഷെ അവിടെ നോക്കി നോക്കൂ, 33 പേരെ ലിസ്റ്റിൽ ഇട്ട സമയത്ത് 11 പേർക്ക് അവിടെ അഡ്വൈസ് എന്ത് ചെയ്തു, പോയിട്ടുണ്ടായിരുന്നു. 11 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു കണ്ടോ. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്ന കാര്യം നമ്മൾ വരുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം എന്നുള്ളതാണ് വരുന്നത്. 71.67 ആണ് കട്ട് ഓഫ് വന്നത്. 33 പേരെ ലിസ്റ്റ് ആയിരുന്നു. അത് ഞാൻ മെയിൻ ലിസ്റ്റിലുള്ള ഇട്ടിട്ടുള്ളൂ, നമ്മൾ സപ്ലിമെന്ററി ലിസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അതായത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. സപ്ലിമെന്ററി ഒക്കെ കിട്ടുന്ന സ്റ്റാറ്റസ് പോസ്റ്റർ നിങ്ങൾ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഏതൊക്കെയാണ് പോയത് എന്നുള്ളതൊക്കെ അഡ്വൈസ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട വേണ്ട കാര്യങ്ങൾ, കാരണം നമുക്കിത് പഠിച്ചു തുടങ്ങാനാണ് ആവശ്യമുള്ളത്. അപ്പൊ എത്രയൊക്കെ അവിടെ പോയിട്ടുണ്ട്, ഏത് ജില്ല അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. കോഴിക്കോട് നിങ്ങൾ കണ്ടോ, കോഴിക്കോട് 77.33, 52, 17 അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട്. കണ്ണൂരാണെന്നുണ്ടെങ്കിൽ 70 ആണ് വരുന്നത്. 70-ന് കട്ട് ഓഫ് വന്നിരുന്നത് 70 ആണ്. അവിടെ 2 ഒഴിവാണ് ഉണ്ടായിരുന്നത്. അവിടെ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്ന അന്ന് 22 ആണ് എന്ത് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്ന, മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന പേര് 8 പേരെ എന്ത് ചെയ്തു, അവിടെ അഡ്വൈസ് പോവുകയും ചെയ്തു. 8 പേർക്ക് അവിടെ അഡ്വൈസ് പോവുകയും ചെയ്തു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളെ 2024 ഒരു എക്സാം നടന്നു. 2024 എന്ന് പറയുമ്പോൾ 30/4/2024.
ഈ എക്സാമിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ലൈൻമാൻ വന്നത് ഒരൊറ്റ ജില്ലയിൽ മാത്രമാണ്. അപ്പൊ ഈ ഒറ്റ ജില്ലയിൽ എക്സാം നടന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ജില്ല കാറ്റഗറിയിൽ മാറിപ്പോയില്ല. അപ്പൊ അത് ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ് വന്നിട്ടുള്ള ഒരു ലൈൻമാൻ എക്സാം ആയിട്ട് മാറിയത്. അതായത് ലൈൻമാൻ എക്സാം എന്ന് പറയുമ്പോൾ മറ്റ് ജില്ലകളിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ജില്ലയിൽ മാത്രം എക്സാം വിളിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത്രത്തോളം കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും അല്ലെ. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുമ്പോൾ അതിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കട്ട് ഓഫ് എന്ത് ചെയ്യും, അതുപോലെ തന്നെ കൂടും. അതായത് ഒരു ഹൈ കട്ട് ഓഫ് ആണ് കഴിഞ്ഞ എക്സാമുകൾക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി വരാൻ പോകുന്ന എക്സാം 3 ജില്ല ഉണ്ടെങ്കിൽ പോലും നല്ലൊരു കട്ട് ഓഫ്, ഒരു 80 എബോ കട്ട് ഓഫ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ കട്ട് ഓഫിന് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, എന്നാലും നമ്മൾ പറയാ ഒരു 80 എബോ കട്ട് ഓഫ് എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. 86.67 ആണ് ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ 30/4/2024 നടന്ന എക്സാമിൽ ഷോർട്ട് ലിസ്റ്റ് പ്രകാരം കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 12 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്ത് മെയിൻ ലിസ്റ്റിനകത്ത് പെട്ടിട്ടുള്ളത്. സപ്ലിമെന്ററി ഒരു 60 പേരോളം സപ്ലിമെന്ററി ഉണ്ട്. മൊത്തം 72 പേരുടെ ലിസ്റ്റാണ്. അതിൽ നിന്ന് 60 പേരോളം സപ്ലിമെന്ററി ഉണ്ട്. അപ്പൊ 86.67 ആണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ കട്ട് ഓഫ്. ഇത് ഒന്നുകൂടി പറയാം, നമ്മളിപ്പോ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു ട്രേഡ്സ്മാൻ ഉണ്ട്, ട്രേഡ്സ്മാൻ വന്നിട്ടില്ല. ബാക്കി മറ്റ് എക്സാമുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഒരു വലിയ കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടില്ല, വേറെ ഒരു എക്സാമിനും അവിടെ വന്നിട്ടില്ല. അത് അത്രയും ആളുകൾ അവിടെ വരുന്നോണ്ടും അത്രയും പോസ്റ്റ് അവിടെ കുറവാകുന്നതും പിന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇതുവരെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അവിടെ വരുന്നത്. അതിന് വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരു 72ഓളം എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഷോർട്ട് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ദെൻ നമുക്ക് 86.67 ആണ്. മറ്റുള്ള പോസ്റ്റുകൾക്ക് അപ്പൊ ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ സ്കിൽഡ് ലേബർ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ട്രേഡ്സ്മാൻ ഉണ്ടായിരുന്നു. ട്രേഡ്സ്മാന്റെ അറിയിൽ ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊക്കെ ഏകദേശം ഒരു 79 അല്ലെങ്കിൽ ഒരു 80 എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി നമ്മൾ ഈ ഒരു എക്സാം ലൈൻമാൻ എക്സാമിനാണ് ഒരു ഹൈ കട്ട് ഓഫ് 76.67 കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ള പോലീസ് ഇൻസ്പെക്ടർ അല്ലെ, നമ്മളെ പോലീസ് ഇൻസ്പെക്ടർ അല്ല, പോലീസ് കോൺസ്റ്റബിൾ, ഇലക്ട്രീഷ്യൻ, അതും എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ നടന്ന എക്സാമുകളായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ആലപ്പുഴയിൽ 86.67 ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു കട്ട് ഓഫ് റേറ്റ് ഇങ്ങനെയാണ്, നിങ്ങൾ നോക്കുക. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് ആലപ്പുഴ ജില്ലകളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെയും അവിടെയും വെച്ച് കമ്പയർ ചെയ്യേണ്ട, കാരണം ഇവിടെ നമുക്ക് ഓരോ ജില്ലകളിലും ഇപ്പൊ നമുക്കറിയാം ഒരു 8000 ആളുകളെ എഴുതുന്നുണ്ട്. ഇപ്പൊ 8000 ആള് ആലപ്പുഴ ജില്ലയിൽ 8000 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, 8000 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 8000 കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയും ആ 8000 ഉണ്ട്. പക്ഷെ അതെന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് പോയി അല്ലെ. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. അതുകൊണ്ടാണ് ആ ഒരു കട്ട് ഓഫിൽ വന്നിട്ട് അവിടെ ഒരു മാറ്റം വന്നത്. പിന്നെ ഏത് ഇതാണെന്നുണ്ടെങ്കിലും അവിടുത്തെ വേക്കൻസിയേക്കാൾ കൂടുതലായിട്ട് അഡ്വൈസ് പോകുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് അടുത്ത് മറ്റുള്ള എക്സാമുകളൊക്കെ നടന്നതുകൊണ്ട് അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിലവിലുള്ളത് കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ കട്ട് ഓഫിനേക്കാൾ കൂടുതലായിട്ടുള്ള വേക്കൻസിയേക്കാൾ കൂടുതലായിട്ട് അഡ്വൈസ് എങ്ങനെയായാലും അവിടെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും എൻജിനിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇത്രയും അഡ്വൈസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ട് ഓഫിന്റെ മേലെ കയറാനും നല്ലൊരു റാങ്ക് നേടാനും കഴിയും. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ല അതൊരു കട്ട് ഓഫ് എന്നുള്ള ഒരു വാല്യൂ നോക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞു വേക്കൻസി നോക്കണ്ട, അല്ല നമുക്ക് എവിടെയാണോ വർക്ക് ചെയ്യാൻ കംഫർട്ട് ഉള്ളത് അവിടേക്ക് നോക്കിയിട്ട് കൊടുക്കുക. കാരണം ഒരു എക്സാമ്പിൾ ആണ്, ഈ മലപ്പുറം ജില്ലയിലെ ആകെ ഒരു വേക്കൻസി ഉണ്ടായിരുന്ന സ്ഥലത്ത് 71.67 കട്ട് ഓഫും വന്നിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളത് 2ാം സ്ഥാനം. അതായത് 8 വേക്കൻസി ഉണ്ടായിരുന്ന 17, കോഴിക്കോട് ജില്ലയിൽ 17 അഡ്വൈസേ പോയിട്ടുള്ളൂ. എന്നാൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ 11 അഡ്വൈസ് ഇതുവരെ പോയി കഴിഞ്ഞു. അപ്പോൾ അത് നോക്കുകണ്ടോ, അതിനൊരു ഡിഫറൻസ് അതാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത്, വർക്ക് ചെയ്യാൻ കംഫർട്ട് ആയിട്ടുള്ളത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതല്ലാതെ വേക്കൻസി മാത്രം നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ എവിടെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നവരുള്ളതെന്നുള്ള അവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സിലബസ് ഞാൻ പറഞ്ഞു, 34/2024 ഓൾറെഡി ഒരു എക്സാം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇതിന്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയായിരിക്കും ഇതിന്റെ സിലബസ് വരുന്നത് എന്നുള്ളത്, ആ ഒരു സിലബസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എങ്ങനെ നമ്മൾ ഇതിനൊരു പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയാം. അപ്പോ സിലബസ് എന്ന് പറയുന്നത് നമ്മളെ 10 മൊഡ്യൂള് ആൻഡ് 10 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് സിലബസ് വരുന്നത്. കാരണം നമുക്കൊരു PSC ഇതനുസരിച്ചിട്ട്, നമ്മൾ ഇലക്ട്രിക്കൽ PSC അനുസരിച്ചിട്ട് ഇലക്ട്രിക്കൽ എക്സാംസിന് എല്ലാ PSC സിലബസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. 10 മൊഡ്യൂള്, ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതം 100 മാർക്സിന്റെ ഒരു സിലബസ് ആയിരിക്കും നമുക്ക്
കിട്ടുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി എന്നാ പറയുന്നത്. ബേസിക് ഇലക്ട്രിസിറ്റി, ഈ ബേസിക് ഇലക്ട്രിസിറ്റി എന്നാണ് അത് പറയുന്നതെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് സോൾഡറിങ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കണ്ടക്ടറുകളുടെ, അതുപോലെ നമ്മളെ മറ്റ് വയറിംഗ് മെത്തേഡുകള്, വയറിംഗ് മെത്തേഡ് അല്ല, നമ്മളെ ജോയിനിങ് മെത്തേഡുകള്, അതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനകത്ത് പഠിക്കാനുള്ളത്. ഞാൻ ഇതിലൊരു ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടില്ല. ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെബ്സൈറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് മറ്റ് പല വീഡിയോസും നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ലേണിംഗിന്റെ വീഡിയോസ് തന്നെ നമ്മൾ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത വീഡിയോസ് ഒക്കെ, സിലബസിന്റെ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഇലക്ട്രീഷ്യന്റെ സിലബസ് ഒക്കെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു എല്ലാവർക്കും ചിലവരൊക്കെ കേട്ടുള്ളതായിരിക്കും. അപ്പൊ അതൊരു റിപ്പീറ്റഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് പറയാത്തത്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. പക്ഷെ ഇത് തന്നെയാണ് സിലബസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് PDF ആയിട്ട് ഇലക്ട്രീഷ്യൻ സിലബസ് എന്നോ ട്രേഡ്സ്മാൻ സിലബസ് എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ സിലബസ് എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടും കേട്ടോ. ഇനി എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിന്റെ താഴെയുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ട്രേഡ്സ്മാൻ എക്സാമിന്റെ സിലബസ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മളായിട്ട് വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് ആ സിലബസ് ഓരോന്നും അതിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് വീഡിയോ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്താൽ മതി, പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അത് നോക്കിയിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. ഇപ്പൊ തന്നെ ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിന് മേജർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ബേസിക് ഇലക്ട്രിസിറ്റിക്ക് അകത്താണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ജോയിൻസ് ഓഫ് കേബിൾസ് ആൻഡ് കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മളെ സോൾഡറിങ്, റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക പ്രധാനമായിട്ടും വരുന്നത്, ബേസിക് ഇലക്ട്രിസിറ്റിയുടെ അകത്ത് വരുന്നത്. ഇനി രണ്ടാമത്തെ നമുക്ക് വരുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് പറയുന്നത് ആ ഒരു മോഡ്യൂളിന്റെ പേര് ഓംസ് ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പ്രധാനമായിട്ടും ഈ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവിടെ വരുന്നത്. അതായത് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഓംസ് ലോ, റെസിസ്റ്ററിന്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ്, സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ വരുന്നുണ്ട്. പിന്നെ ലോസ് ഓഫ് റെസിസ്റ്റൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു മോഡ്യൂളിനകത്ത് വരുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിർച്ചോഫ് ലോ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതായത് സെൽസ് ആൻഡ് ബാറ്ററീസിന്റെ ആ ഒരു പോർഷനും കൂടി എന്ത് ചെയ്യും ആ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂളിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് വരും. നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്. കാരണം PSC സിലബസ് തരുന്നുണ്ട്. ആ ഒരു എക്സാം സിലബസിലുള്ള എക്സാം എന്ന് പറയുന്നത് കറക്റ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് നോക്കുന്ന തന്നെ മനസ്സിലാക്കാം, കറക്റ്റ് ഓർഡറിൽ വരെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നു തരുന്നുണ്ട്. കാരണം ഓപ്ഷൻ കോഡ് A ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മുതൽ 10 വരെ ഒന്നാമത്തെ മോഡ്യൂളിൽ, 11 മുതൽ 20 വരെ രണ്ടാമത്തെ മോഡ്യൂൾ, അങ്ങനെ ഓർഡറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് PSC തരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കുന്നതിൽ ഔട്ട് ഓഫ് സിലബസ് ഉണ്ടോ, അല്ല ഒരേ സിലബസ് തന്നെയാണോ വന്നിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ള സിലബസ് തന്നെയാണോ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. അപ്പൊ അത് വെച്ചിട്ടാണ് പറയുന്നത് കറക്റ്റ് സിലബസ് ആണ് PSC എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം വരാൻ ചാൻസ് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ആ ഒരു സിലബസ് വന്നതിന് ശേഷം PSC അതൊരു സിലബസിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനിയിപ്പോ വന്നു കഴിഞ്ഞാലും ഇതിനെ നമ്മളൊരു ഇലക്ട്രീഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്, അല്ലെങ്കിൽ ലൈൻമാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊരു വലിയ മാറ്റം വരാനൊന്നും ഒരു ചാൻസും ഇല്ല. ഇനി അങ്ങോട്ടും മോഡ്യൂളൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് മാർക്കിന്റെ കാര്യത്തിലൊക്കെ ഡിഫറൻസ് വരുത്തുകയാണെങ്കിൽ മാത്രമേ അതിലൊരു ചേഞ്ച് വരാനുള്ള ചാൻസ് ഉള്ളൂ കേട്ടോ. മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിസം എന്നാണ് അവിടെ പേര്, പ്രധാനമായിട്ടും മാഗ്നറ്റിസം തന്നെയാണ്. അവിടെ മാഗ്നറ്റ് മുതൽ ഇലക്ട്രോ മാഗ്നറ്റ്, അതിന്റെ പ്രധാനപ്പെട്ട ലോസ്, കപ്പാസിറ്ററുകൾ, അവിടെ വരെയാണ് ആ ഒരു മോഡ്യൂൾ നമുക്ക് വരുന്നുണ്ടായിരിക്കുക. മാഗ്നറ്റിസം എന്ന് പറയുന്ന മോഡ്യൂളാണ് അവിടെ വരുന്നത്. മാഗ്നറ്റിസത്തിനകത്ത് ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ വരാറുള്ളത് പ്രധാനമായിട്ടും ഈ മാഗ്നറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഫെറോഡയ അങ്ങനത്തെ മാഗ്നറ്റുകളൊക്കെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളെ മാഗ്നറ്റിക് യൂണിറ്റുകള്, മാഗ്നറ്റിക് ടേംസിന്റെ ഡെഫിനിഷൻസ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ആ ഒരു ഭാഗത്തുനിന്ന് വരാറുള്ളത്. ഇനിയുള്ളത് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ് എന്ന് പറയുന്ന 4ാമത്തെ മൊഡ്യൂളാണ്. അപ്പൊ 4ാമത്തെ മൊഡ്യൂളില് പ്രധാനപ്പെട്ട ആ പേര് തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓൾട്ടർനേറ്റിംഗ് കറന്റും പഠിക്കണം, എർത്തിങ്ങും പഠിക്കണം, ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പഠിക്കണം, വയറിംഗ് എന്ന് പറയുന്ന കാര്യം കൂടി എന്ത് ചെയ്യണം, ഈ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ് എന്ന് പറയുന്ന കാര്യത്തിന്റെ കൂടെ
പഠിക്കേണ്ടത്. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് കറന്റിലുള്ള പ്രധാനമായിട്ടും ആ ഒരു വേവ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്ന ടേംസ്, അതിൽ കുറെ ഇക്വേഷൻസ്. ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ നമ്മളെ AC ഫണ്ടമെന്റൽസ് പഠിക്കുന്ന AC സർക്യൂട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, എന്നാലും AC സർക്യൂട്ടും കൂടെ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മളെ പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ട്, പ്യുവർ ഇൻഡക്ടൻസ് സർക്യൂട്ട്, പ്യുവർ കപ്പാസിറ്റൻസ് സർക്യൂട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഉള്ളത് DC മെഷീൻസ് ആണ്. അടുത്തുണ്ടാവും DC മെഷീൻസ്. അവിടെ നമുക്ക് പ്രധാനമായിട്ട് DC മോട്ടർ, DC ജനറേറ്റർ കേട്ടോ. DC മോട്ടർ, DC ജനറേറ്റർ തന്നെയാണ്. അതിൽ കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളൊന്നും വരുന്നില്ല, ടെസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു വർക്കിംഗ് കുറച്ചും കൂടി ഞാൻ പറഞ്ഞ നമുക്ക് ഈ ഇലക്ട്രീഷ്യൻ ലൈൻമാൻ എക്സാം ഒക്കെ വരുന്നത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് എക്സാമുകളാണ് വരിക അല്ലെ. നമുക്കറിയാം നമ്മൾ വർക്ക് വരുന്നത് തന്നെ എങ്ങനെയാണ്, നമുക്ക് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകളാണ് കൂടുതൽ. ഇപ്പോൾ ITI ഒരു സിലബസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ITI സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിനും വരുന്നുണ്ടാവുക. കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അവിടെ വരുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് DC മെഷീൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ്, DC മെഷീൻ, ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ നിന്ന് പഠിക്കേണ്ട ഭാഗങ്ങൾ. ഓക്കെ, ഇനി നമുക്കുള്ളത് അടുത്ത 5 മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ AC മോട്ടോർ, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് എന്നാ പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ മോട്ടോർ പഠിക്കണം എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ട് അതിനെ പറയുന്നത് എന്താണ്, സിംഗിൾ ഫേസ് മോട്ടോഴ്സ് എല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ 3 ഫേസ് മോട്ടറിൽ ഈ സിംഗ്രണസ് മോട്ടോഴ്സ്, സിംഗ്രണസ് ഓൾട്ടർനേറ്ററുകൾ സിംഗ്രണസ് ജനറേറ്ററുകൾ, അതായത് ഓൾട്ടർനേറ്ററുകൾ, അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് നമ്മൾ വല്ലാതെ പോകണ്ട. അതൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറില്ല. നമുക്ക് പ്രധാനമായിട്ടും 3 ഫേസ് മോട്ടറിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കാര്യത്തിൽ സിംഗിൾ ഫേസ് മോട്ടറിന്റെ സിംഗിൾ ഫേസ് മോട്ടോഴ്സ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളിലാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ AC മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് എന്നുള്ള ഭാഗമാണ് നമുക്ക് പ്രധാനമായിട്ടും അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനിയുള്ളത് അടുത്തത് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമർ ആണ്. ഇൻസ്ട്രുമെന്റ് ആൻഡ് ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ട്രാൻസ്ഫോമറിനകത്ത് വരിക. നമ്മളെ ഇൻസ്ട്രുമെന്റ്സും ട്രാൻസ്ഫോമറും ഇല്ല. ഇൻസ്ട്രുമെന്റിലും നമ്മൾ കൂടുതലായിട്ടും കുറെ ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊന്നും പഠിക്കണ്ട. അവിടെ മേജർ ആയിട്ട് അതിന്റെ ഒരു ഫസ്റ്റ് ബേസിക് പാർട്ട് നമ്മൾ പഠിക്കുക. അതേപോലെ തന്നെ MCM, അതുപോലെ തന്നെ MA ഇൻസ്ട്രുമെന്റുകളുടെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ ഇൻസ്ട്രുമെന്റ്സിനകത്ത് വരിക. ട്രാൻസ്ഫോമറിനകത്ത് ആവുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് അതിന് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും നമുക്ക് ആദ്യം ടെസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, EMFification അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഈ കൂളിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ പാരലൽ ഓപ്പറേഷൻ, അത് ട്രാൻസ്ഫോമറിനകത്ത് പഠിക്കേണ്ട 2 പോർഷൻസ് ആണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫോമറിനകത്ത് വരുന്നുണ്ടായിരിക്കും. ഇനി ഉള്ളത് ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇലുമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ്, പിന്നെന്താണ് നമുക്ക് അതിലെ ബേസിക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഇപ്പൊ ഈ ഇലുമിനേഷൻ പഠിക്കുമ്പോൾ അതിൽ എല്ലാ ലാമ്പുകളും പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ലാമ്പുകളും പഠിക്കണ്ട. പക്ഷെ പ്രധാനപ്പെട്ട ഈ മെർക്കുറി വേപ്പർ ലാമ്പ്, അതുപോലെ തന്നെ മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ് തുടങ്ങിയിട്ടുള്ള ലാമ്പുകളൊക്കെ എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഇപ്പൊ ചില കളറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ ലാമ്പുകൾക്കൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യം കൂടി അതിന്റെ കൂടെ പഠിച്ചു പോകണം. ബേസിക് ഇലക്ട്രോണിക്സിന്റെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഡയോഡ്, ട്രാൻസിസ്റ്ററിന്റെ പക്ക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ബാക്കി ഒന്നും പഠിക്കേണ്ട. അപ്പൊ ഡയോഡ്, ട്രാൻസിസ്റ്റർ വരെയുള്ള പോർഷൻ, ട്രാൻസിസ്റ്റർ പറഞ്ഞു പക്ക ബേസിക് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ വരെയുള്ള പോർഷൻസ് മാത്രമാണ് നമുക്ക് അവിടെ വരുന്നത്. അത്രയും നമ്മൾ പഠിച്ചാൽ മതി. പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഈ പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഭാഗം. അവിടെ നമുക്ക് 20 മാർക്കാണ്, അതായത് 2 മോഡ്യൂളായിട്ട് നമ്മൾ പവർ സിസ്റ്റത്തിനകത്ത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. മറ്റ് പല എക്സാമുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പവർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് അല്ലെങ്കിൽ മാക്സിമം വരാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്ന ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പക്ഷെ ഈ ഒരു എക്സാമിന് മാത്രം പവർ സിസ്റ്റത്തിന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു മോഡ്യൂൾ, അതായത് നമ്മളെ ആ ഒരു സ്കോറിങ്, അതായത് നമുക്ക് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഭാഗം ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതെന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് തന്നെ
പഠിച്ചു വെക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പവർ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസ് വരുന്നത്. ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ്, DC മിഷൻ, AC മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് ആൻഡ് ത്രീ ഫേസ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്, പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനകത്ത് ആ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് വോയിസ് ആയിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡൗട്ടും കൂടി ക്ലാരിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതായത് നമ്മൾ എങ്ങനെ ഇതിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇത്രയും നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടോ, അതായത് ഇതിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ജോബ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ജോബിന്റെ നേച്ചർ എന്ന് പറയാവോ? ജോബിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈൻമാൻ, അതായത് നമ്മൾ ഇലക്ട്രീഷ്യൻ, നമുക്ക് പ്രധാനമായിട്ടും അതായത് നമ്മളൊരു ഇതിലിരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, നമുക്ക് പ്രധാനമായിട്ടും പ്രാക്ടിക്കലൈസ്ഡ് ആയിട്ടുള്ള ജോബാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു വർക്ക്. ലൈൻമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിൽ നമുക്ക് അറിയാലോ. അപ്പൊ നമ്മളിപ്പോ KCB ലൈൻമാൻ കാണുന്ന പോലെ തന്നെ KCB ലൈൻ എന്ന് പറയുന്ന അവിടെ നമ്മൾ പോസ്റ്റിൽ കയറിയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലല്ല വരുന്നുണ്ടായിരിക്കാം. പ്രധാനമായിട്ടും ഇവിടുത്തെ മെയിൻ്റനൻസ് വർക്കാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക വരിക. PWDയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ്റനൻസ് വർക്ക്, ഫോൾട്ട് ഐഡന്റിഫിക്കേഷൻ, അങ്ങനത്തെ വർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും വരുന്നത്. അതാണ് ഇതിന്റെ ഒരു ജോബ് നേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു ലൈൻമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് KCBയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈൻമാൻ പോലെ അല്ല ഇവിടെ ജോബ് വരുന്നത്. പക്ഷെ പ്രധാനമായിട്ടും അതായത് ആ ഒരു മെയിൻ്റനൻസ്, അവിടെ PWDയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകളെല്ലാം അവിടെ നമുക്കൊരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് വരുന്ന അതേ വർക്ക് കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ലൈൻമാൻ പോസ്റ്റിലേക്ക് നമുക്ക് വരുന്നുണ്ടാവുക. നമ്മൾ പ്രധാനമായിട്ടും ലൈൻമാൻ എന്ന് പറയുമ്പോൾ അതൊരു പോസ്റ്റിൽ ഇതാക്കുന്ന വർക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല. ജസ്റ്റ് നമുക്ക് അവിടെ ഉള്ള മെയിൻ്റനൻസും കാര്യങ്ങളും റിപ്പയർ, സർവീസിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം, അതായത് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡൊമസ്റ്റിക് അപ്ലയൻസസിന്റെ ഒക്കെ റിപ്പയറിങ്, സർവീസിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെയൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, അതുപോലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വയറിംഗ് കാര്യങ്ങൾ, മെയിൻ്റനൻസ്, ഫാൾട്ട് ഐഡന്റിഫിക്കേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് വരുന്നത്. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരിക്കും, അതായത് ജോബ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഒന്ന് പറയാമോ? പ്രൊമോഷൻ സാധ്യത നമുക്ക് ഉള്ളതാണ്. പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ബാക്കി സാധാരണ ജോബ് നേച്ചറിന് അത്രത്തോളം പ്രൊമോഷൻ സാധ്യതകൾ വരുന്നില്ല. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും നമ്മളെ PWDക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഇതിലെ സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ പിന്നീട് വരുന്നത് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അങ്ങനത്തെ ഒരു പോസ്റ്റുകളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിന്റെ പ്രൊമോഷൻ ഇതായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് വരുന്നുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകളും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ലൈൻമാൻ പോസ്റ്റ് അകത്ത് വരുന്നത്, PWD അകത്ത് വരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാലറി ഗ്രേഡും കാര്യങ്ങളും ഉണ്ടായിരിക്കും, പ്രൊമോഷനും നമുക്ക് പോസിബിൾ ആണ്, കുറച്ചും കൂടി ഇതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നിമി ബേസ്ഡ് ആയിട്ടാണോ നമ്മൾ പഠിക്കേണ്ടത്? അതെ, നിമി ബേസ്ഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. നിമി ബേസ്ഡ് എന്ന് പറയുമ്പോഴേ നമുക്ക് പ്രധാനമായിട്ടും നിമിയുടെ ഫുൾ സിലബസ് നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിമിയുടെ സിലബസിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നിമി ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ സിലബസ് വെച്ചിട്ട് നിമി ബേസ്ഡ് ആയിട്ട് പഠിക്കുക. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എടുത്ത് ആ സിലബസും നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന നിമി ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. മിക്കവാറും ഏഷ്യൻ പബ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള മറ്റ് പബ്ലിക്കേഷൻസിന്റെ ബുക്കുകൾ വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ചും പഠിക്കാം. അതാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യത്താണ് നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നതാണോ നല്ലത്, അതോ നമ്മൾ സ്വന്തമായിട്ട് നോട്ട് എഴുതി പഠിക്കുന്നതായി? ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നത് പറയുമ്പോൾ ഇപ്പൊ ഈ നിമി ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ക്ലാസ്സുകൾ, അതായത് ഇപ്പൊ നമുക്കറിയാലോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിൽ ഷോർട്ട് പോയിന്റുകളും ക്ലാസ് ഇതൊക്കെ വെച്ചിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിൽ പോയിന്റുകൾ കിട്ടും.
പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത് ഈ നിമി ബേസ്ഡ് ആയിട്ടുള്ള ഇതിന്ന്, അതായത് ഞാൻ ഒന്നുകൂടി പറയാം, ഇപ്പൊ നിമിയുടെ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വേർഡ്, അതേ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നൊക്കെ ഇപ്പൊ നമ്മള് പഴയ രീതി ഉണ്ടായിരുന്നു. ഈ നിമിയുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡുകളിൽ നിന്നും അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ നിന്നും ആ സെന്റൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മെത്തേഡ് ഇപ്പൊ നടക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ പല എക്സാമുകളിലായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാവുന്ന കാര്യം, ആ നിമിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ നമ്മളെ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യനിൽ വരെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. കാരണം നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ആ സെന്റൻസ് പറയുന്നു, അതേ സെന്റൻസ് എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആള് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റുന്നു. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2024 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈ നമ്മളോട് സാധാരണ സിമ്പിൾ എക്സാം ആണ്, നമുക്കറിയാം. ഒന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ സാധാരണ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ലെവൽ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒന്നുകൂടി നമ്മൾ വായിച്ച് ടൈം എടുത്ത് വായിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ടൈം എടുത്ത് വായിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി പഠിക്കുമ്പോൾ അത് നിമി ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നത്, ഒന്നും കൂടി ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നതും, അതിന് കൂടെ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ എല്ലാം ഷോർട്ട് പോയിന്റുകൾ മാത്രമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ പോയിന്റുകൾ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് പറഞ്ഞല്ലേ ഇങ്ങനെ ഓരോ സെന്റൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ സെന്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിലും ആ ബുക്ക് നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ആ ബുക്കിൽ എന്തൊക്കെയാണ് വരുന്ന കാര്യങ്ങൾ നമുക്ക് അറിയണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി നല്ലത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്ലസ് അതിലുള്ള ഇമ്പോർട്ടന്റ് പോയിന്റുകൾ കിട്ടുന്ന ഏതെങ്കിലും ക്ലാസ്സസ് യൂസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് നല്ലത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബിഗ് ലേണിംഗിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ ക്ലാസ്സസ് റെക്കോർഡിംഗ് ക്ലാസ്സസ് ആയിട്ടും ലൈവ് സെക്ഷൻസ് ആയിട്ടും ഒക്കെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ ക്ലാസ്സും ഒപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്സ്റ്റ് ബുക്കോട് വെച്ചിട്ട് രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിച്ച് പോകാവുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ ആണ് അല്ലെ? അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മളെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയാം, നമ്മൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം നമ്മളെ മുന്നിൽ ഒരു മേ ബി ഒരു 10 മന്തോളം നമ്മളെ മുന്നിലുണ്ട്. ഇപ്പത്തെ ഒരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10 മാസത്തോളം നമ്മളെ മുന്നിലുണ്ട്. ഞാൻ 10 മാസം എന്നുള്ളത് ഞാൻ എടുക്കുന്നില്ല, നമ്മളൊരു 5 മാസത്തെ കണക്ക് വെച്ചിട്ടെങ്കിൽ നമുക്കത് നോക്കി കഴിയണം. അപ്പൊ അതിന് നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കണം. നിമി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുക്കേണ്ട കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ റെഫറൻസിനകത്ത് പറയുന്നുണ്ട്, നിമി ടെക്സ്റ്റ് ബുക്ക് പറയാം. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഭാരത് സ്കിൽസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്ത് എടുത്താൽ മതി. അതിന് കൂടെ നിങ്ങൾക്ക് വേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇതേ സിലബസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ എന്ന് പറയുന്ന വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അല്ല, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ PYQ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കിട്ടും. അല്ല, ക്ലാസ്സുകളായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റുകളിൽ നിന്നും, കേരള PSC വെബ്സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഫൈനൽ ആൻസർ കീയും കൂടി വെച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. പിന്നെ നിമി ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ, അതായത് നിമി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന എല്ലാം നമുക്ക് നിമിയുടെ കാര്യങ്ങൾ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് തെരേജയുടെ ബുക്കുകൾ പോലത്തെ റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ, ഞാൻ ഒരിക്കലും കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു തെരേജയുടെ ബുക്ക് ഞാൻ റെഫർ ചെയ്യില്ല. കാരണം അതിനൊരു പറയില്ല. കാരണം അതിലെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട്, അതും നമ്മൾ ഈ ഒരു ഇലക്ട്രീഷ്യൻ പോലത്തെ അല്ലെങ്കിൽ ലൈൻമാൻ പോലത്തെ എക്സാമുകൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, അത്തരം ബുക്കുകൾ റെഫർ ചെയ്യേണ്ട. ഞാൻ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് ഇതേ സിലബസ് വെച്ചിട്ട് ഇതേ സിലബസ് PSC ഇറക്കിയിട്ടുള്ള ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പേരിലായിരുന്നു. പക്ഷെ അത് തന്നെയാണ് നമ്മൾ ലൈൻമാന് വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പൊ അതുകൊണ്ടാണ് അത് ഇടയ്ക്ക് കയറി വരുന്നത്. നോക്കണ്ട, നിങ്ങളുടെ ലൈൻമാനിനുള്ള സിലബസും ഇത് തന്നെ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു തെരേജയുടെ അല്ലെങ്കിൽ മറ്റു ഓതേഴ്സിന്റെ വലിയ ബുക്കുകളൊന്നും യൂസ് ചെയ്യേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ബുക്കുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതിലൊരു പെട്ട ഒരു ബുക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ നിമി പാറ്റേൺ ആയിട്ടുള്ള ബുക്ക് കേട്ടോ. ക്ലാസ് മാത്രം പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നമ്മളെ കയ്യിൽ വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ലാസ് പഠിക്കുന്ന കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അതിലുള്ള ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് വേർഡുകളൊക്കെ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. എന്നാലും അങ്ങനെയുള്ള വേർഡുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് പോകാനൊക്കെ ടെക്സ്റ്റ് ബുക്ക് കൂടി നല്ലതാണ്. അത് നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നിങ്ങളൊരു PDF രൂപത്തിൽ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായാലും മതി. അത് വെച്ചിട്ട് അതിനെ നോക്കി പഠിക്കണമെന്നില്ല. അത് നോക്കി 24 hours നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കുന്ന ആ ഒരു രീതി വേണ്ട. അത് നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് അങ്ങനെ ഒരു രീതി ആവശ്യമേ അല്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കണ്ടന്റ് മാത്രം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ എക്സാം പാസ്സാവാൻ വേണ്ടി നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. വാരി വലിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ അതാണ് പ്രശ്നമുള്ളത്. നിമി ബേസ്ഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. 2 ഇയറും കൂടി ആയിട്ട് ഏകദേശം ഒരു 500-600 പേജുകളോളം ഉണ്ട്. അതിൽ തന്നെ 2 സെക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അത്രയും പേജുകളിൽ അത്രയും വലിയൊരു ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് നമ്മൾ വീഡിയോയിൽ കിട്ടുന്നുണ്ടായിരിക്കും. ഒപ്പം സിലബസ് നമ്മളെ കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ച് ഒരിക്കലും എന്ത് ചെയ്യരുത്, മുന്നോട്ട് പോകരുത്. ടെക്സ്റ്റ് ബുക്ക് ഒരു വലിയ ഇതാണ്. അതിൽ എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. പക്ഷെ അതിലുള്ള കുറച്ച് പർട്ടിക്കുലർ സെന്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ സെന്റൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അത് നിങ്ങളുടെ ക്ലാസ്സുകളിലും പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് വായിച്ച് അതൊന്നും കൂടി എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് ഉറപ്പുവരുത്തി പോവുക എന്നുള്ളതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ തന്നെ നമുക്കറിയാലോ, മൊബൈലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മളെ ഹൈലൈറ്റർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു സോഴ്സ് ആയിട്ട് അവിടെ, അതായത് നമ്മളൊരു റെഫറൻസ് മീഡിയം ആയിട്ട് അവിടെ വെക്കാം. ഇനിയും റെഫറൻസ് മീഡിയം വേണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മറ്റുള്ള ബുക്കുകൾ നോക്കിയാൽ മതി. അത്രയും വലിയ ബുക്കുകളിലേക്ക് നിങ്ങൾ പോകണ്ട. നിമി വെച്ചിട്ട്, നിമിയുടെ കാര്യം കൂടി വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു റെഫറൻസ് മീഡിയം ആയിട്ട് അങ്ങനെ ഹൈലൈറ്റർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം കേട്ടോ. ഇനി ഇതിലൊരു സ്ട്രാറ്റജി ടു വിൻ എന്ന് പറയുന്നത്, നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു മിനിറ്റ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ആ ഒരു സ്ലൈഡ് PPT-ൽ അത് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും വേണ്ടത് ഞാൻ അവിടെ ഒന്ന് പറയാം. നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റഡി ദ സിലബസ് ആൻഡ് ഇറ്റ്സ് മോഡ്യൂൾസ് ആണ് കേട്ടോ. സ്റ്റഡി ദ സിലബസ് ആൻഡ് ഇറ്റ്സ് മോഡ്യൂൾസ് ഇൻ ഡീറ്റെയിൽ. അതായത് നമ്മൾ ആദ്യം തന്നെ എന്താണ് ഈ സിലബസ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതാണ് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് വീഡിയോ നമ്മളെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എൻ്റെ തന്നെ ഒരു ക്ലാസ് നമ്മളെ ഇതിന്റെ, അതായത് നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യണം, അവൈലബിൾ ആണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ കാണുക. അത് കണ്ടിട്ട് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട്, അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് ഈ ഒരു നമുക്ക് സിലബസ് മോഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അത് ആ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിലബസ് ഡിസ്കഷനകത്ത് നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ്റെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഒരു സിലബസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് എന്നുള്ളതും എന്തൊക്കെയാണ് ആ സിലബസിനകത്ത് നമ്മൾ പഠിച്ചു പോകേണ്ടത് കേട്ടോ. അപ്പൊ അതിന്ന് നമുക്കൊരു സിലബസ് നമ്മൾ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം സിലബസ് ആണ്. സിലബസ് നമ്മൾ പഠിക്കാം. സിലബസ് പഠിച്ചു കഴിഞ്ഞ് ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ മോഡ്യൂളുകളെ നമുക്ക് ടോട്ടൽ എത്ര ദിവസം ഉണ്ടാവോ അത്ര ദിവസത്തിനനുസരിച്ചിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ നമ്മളെ കയ്യിൽ എത്ര ദിവസം പഠിക്കാനുണ്ടോ അത്ര ദിവസത്തിനനുസരിച്ചിട്ട് ആ സിലബസിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളിപ്പോ സ്വന്തമായിട്ട് ചെയ്തു നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ക്ലാസ് ഓരോ ദിവസം വെച്ച് കണ്ടുപിടിച്ച് പോയാൽ മതി. കാരണം നമ്മളെ മുന്നിൽ ഇപ്പൊ ഒരു 5 മാസം കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്താൽ മതി, ഓരോ ക്ലാസ്സുകളോ അല്ലെങ്കിൽ 2 ക്ലാസ്സുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 2 ക്ലാസ്സുകളോ വെച്ചിട്ട് അത് പോയാൽ മതി. കാരണം അങ്ങനെ തന്നെയാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്
ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ അത് അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ട് ഓരോ ദിവസവും എന്ത് ചെയ്താൽ മതി, അതുപോലെ പഠിച്ചു പോവുക. ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ, ഒരു ടൈമിംഗ് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് നിങ്ങൾക്ക് പഠിച്ചു പോകുമ്പോൾ അത് അന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ വെച്ച് നിങ്ങൾ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അത് പഠിച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം പിറ്റേ ദിവസം എന്ത് ചെയ്യുക, അതിന് തുടർച്ചയായിട്ട് കാണാം. നിങ്ങൾക്ക് എന്നാലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് മോഡ്യൂൾസ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ആ വെയിറ്റേജും കണ്ടന്റും കാര്യങ്ങളും നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. പിന്നീട് അവിടെ വേണ്ടത് സ്റ്റഡി മെറ്റീരിയൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, വീഡിയോ എടുത്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ക്ലാസ് എടുത്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ബുക്ക് ഞാൻ പറഞ്ഞു, നിമിയുടെ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ വീഡിയോ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ സ്റ്റഡി നോട്ട്സ്, അതായത് ആ വീഡിയോയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സ്റ്റഡി നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്ക് അത് പഠിച്ചു പോകാവുന്നതാണ്. പിന്നീട് നമുക്കുള്ളത് അതിന്റെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ, ഒരു പെർ ഡേ ആൻഡ് സ്റ്റാർട്ട് യുവർ ക്ലാസ്സസ് അല്ലെ. കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ ആ മോഡ്യൂൾസ് ഡിവൈഡ് ചെയ്ത് അതുപോലെ തന്നെയാണ് ആ ടൈം ടേബിൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട്. അതിപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോ ദിവസത്തെ ക്ലാസ്സുകളും ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ അവൈലബിൾ ആവുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇതിൽ ക്ലാസ് കിട്ടുമ്പോൾ അവിടെ ഉണ്ടായിരിക്കും ഓരോ ദിവസവും ഓരോ, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് അതിലുള്ളത് എന്നുള്ളത്. ആ ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ടേബിൾ ആയിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പൊ ടൈം ടേബിൾ നിങ്ങൾക്ക് അത് വെച്ച് യൂസ് ചെയ്യാം. ഇനി ആ ഒരു ക്ലാസ് നിങ്ങൾ വായിക്കുന്ന സമയത്ത് അത് കുറച്ച് ടൈം കൂടുതലുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് അത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടൈം ടേബിൾ ഒന്ന് മാറ്റം വരുത്താം. ഇത് സിലബസ് അനുസരിച്ചിട്ടും കൂടി നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് ഒരു സെറ്റ് ചെയ്യാം കേട്ടോ. കണ്ടന്റ് ആയിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. കണ്ടന്റ് ടെസ്റ്റ് സ്ട്രാറ്റജി, ഒരു ടെസ്റ്റ് സ്ട്രാറ്റജി, അതായത് നമ്മൾ ഒന്നുകൂടി എക്സാമുകളെ കാര്യങ്ങൾ എഴുതിയിട്ട് പിന്നീട് നമ്മൾ ഓരോ വീക്കിലി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെക്ക് ചെയ്യണം. നമ്മൾ എത്രത്തോളം പഠിച്ചു പോയിട്ടുണ്ട്, നമ്മൾ ഇനി എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ഇംപ്രൂവ്മെന്റ് വരിക എന്ന് പറയുന്നത്, നമ്മൾ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, ഓരോ വീക്കിലും നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടേയിരിക്കാം. അവിടെ നമ്മൾ ഓരോ വീക്കിലും ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു 2 വീക്കോ 3 വീക്കോ കഴിയുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ 3 വീക്ക് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് പകരമായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ക്ലാസ്സിന്റെ കൂടെ അവൈലബിൾ ആണ്. ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 10 15 MCQs നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ആ MCQ വെച്ചിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എത്രത്തോളം ഇതിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അത് ഓരോ ആഴ്ചയും ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊഡ്യൂളിന്റെ ഇവാലുവേഷൻ, അതിന്റെ മൊഡ്യൂൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. അതും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മൊഡ്യൂൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് മാക്സിമം കിട്ടുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യാൻ, അവൈലബിൾ ആയിടത്തോളം ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സിന്റെ കൂടെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ക്വിക്ക് ലേണിംഗിൽ നിന്നും അത് അവൈലബിൾ ആയിട്ടായിരിക്കും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് അതിനൊരു ഫൈനൽ ഇവാലുവേഷൻ ആണ്. ഈ ഫൈനൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. അതായത് നമ്മളൊക്കെ പഴയ രീതിയിൽ പഠിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്ന കാര്യം അല്ലെ. അപ്പൊ ആ റിവിഷൻ എന്ന് പറയുന്ന കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതായത് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അത് കൂടാതെ പല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാനുള്ള ഒരു ഫൈനൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത് കേട്ടോ. അതാണ് നമ്മളൊരു സ്ട്രാറ്റജി, ഒരു വിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുമ്പോഴും അവിടെ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട്, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ പഠിക്കണം. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു എക്സാം പോലെ അല്ലെ, ആദ്യം നമ്മൾ PSCക്ക് പഠിക്കുന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ നമുക്കുള്ളത്. ഇപ്പൊ നമ്മളെ മുന്നിൽ ആദ്യമൊക്കെ PSCയുടെ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് പറയാം NTCയുടെ സിലബസ് എന്ന് മാത്രമായിരിക്കും പറയുന്നുണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് NTCയുടെ സിലബസ് എന്നല്ല പറയാ. ഇവിടെ നമ്മളോട് എന്താ പറയുന്നുണ്ടായിരിക്കാം, നമുക്ക് പറയുന്നത് നമ്മളെ NTC സിലബസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് ആ NTCയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താന്നുള്ളതാണ് നമുക്ക് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് അവിടെ വരുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ, കറക്റ്റ് ആയിട്ടുള്ള ടൈം ഫോളോ ചെയ്തിട്ട്
പഠിക്കാം കേട്ടോ. ഇനി നമ്മുടെ റെഫറൻസ് നിമി ടെക്സ്റ്റ് ബുക്ക് ആണ്. അതുപോലെ തന്നെ ബാരസ് സ്കിൽസ് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പിന്നെ നിമി മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത് PSC പഴയ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ അത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഡൗൺലോഡ്, അതായത് ഫ്രീ ഡൗൺലോഡ് അല്ല, ക്യാഷ് കൊടുത്ത് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി, എസ് ചന്ദ് പബ്ലിക്കേഷൻസിന്റെ. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നമ്മളെ കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി, എസ് ചന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് റെഫറൻസിന് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഈ ബുക്ക് നമുക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, കോമൺ ആയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിലുള്ള റെഫറൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയല്ല, അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണലി മെന്റർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാതെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് തെരേജയുടെ ബുക്ക് എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ട് വാങ്ങണം എന്നൊന്നും ഞാൻ ഇതാക്കുന്നില്ല. അത് നമുക്കൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമായിട്ട് പറയുന്നില്ല. പിന്നെയുള്ളത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 046/2024 30/4/2024 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണത്. ഒരിക്കലും കാറ്റഗറി നമ്പർ കോഡല്ല, ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. 113/2023 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 050/2022 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 2021 2020 ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എക്സാം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക. ലാസ്റ്റ് നടന്ന 3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫൈനൽ ആൻസർ കീ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. 046/2024 113/2023 050/2022 ഇതിന്റെ ഫൈനൽ ആൻസർ കീ കൂടെ ഇതിന്റെ കൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് റെഫറൻസിന്റെ കാര്യത്തിൽ വരുന്നത്. ഇത്രയും ബുക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരാം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ്, ഓൺലൈൻ, റെക്കോർഡഡ് സെഷൻസ് ആണ്. അതായത് PSC എക്സ്പേർട്സിന്റെ അടുത്തു നിന്നാണ്, കൂടുതൽ റാങ്ക് ലിസ്റ്റിലുള്ള എക്സ്പേർട്സിന്റെ അടുത്തു നിന്നുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ റെഗുലറും പ്രാക്ടീസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതർ മെറ്റീരിയൽസിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് 1 by 1 അറ്റൻഷൻ ഓരോ കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫ്രീക്വന്റ് ആയിട്ടുള്ള QA ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് നമുക്ക് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കിട്ടും. റെക്കോർഡഡ് ക്ലാസ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ ചില ലൈവ് ക്ലാസ്സുകളും ഒപ്പം തന്നെ ലൈവ് റിവിഷൻ ക്ലാസ്സുകളും ഒപ്പം ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ലൈവ് ആയിട്ടുള്ള QA സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പേഴ്സണൽ ആയിട്ടുള്ള മെന്റർ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. അതും പേഴ്സണൽ മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ആൻസറുകൾ കിട്ടുന്ന രീതിയിൽ ക്വിസ് പ്രാക്ടീസ്, അസൈൻമെന്റ്സ്, മോക്ക് ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെൽ ക്യൂറേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും നോൺ ഹൗസ് വേർഡ്സ് ആർട്സ് ആയിട്ടാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇന്ന് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. കാരണം നമുക്ക് നമ്മളൊരു ടൈം എന്ന് പറയുന്നത് എന്താണ്, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ആദ്യം വേണ്ടത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഏത് ജില്ലയാണോ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിലൊരിക്കലും നമ്മൾ കൂടുതൽ ഇതാക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കട്ട് ഓഫിന്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ, കാരണം നമുക്കിത് കിട്ടിയ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ജില്ലയൊക്കെ പറയായിരുന്നു. അപ്പൊ ആ ജില്ലകൾ ചിലപ്പോൾ അപ്ലിക്കേഷൻ കുറവായിരിക്കും, അവിടെ പോയി പഠിച്ചാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് കുറെ ആളുകൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഡിസ്ട്രിക്ട് ബേസ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊരു അങ്ങനെ നമുക്ക് എടുക്കേണ്ട ഒരു ഇതായിട്ട് വരുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, കട്ട് ഓഫ് ഓരോ ജില്ലകൾക്കും അതിനനുസരിച്ചുള്ള കട്ട് ഓഫും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏത് ജില്ലയിലാണോ വരുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ള, അല്ലാതെ കട്ട് ഓഫിന്റെ കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, നോക്കണം കേട്ടോ.
അപ്പൊ അത് നമ്മൾ ഏത് ജില്ലയാണോ കൊടുക്കുക ആ ജില്ലയിൽ 1ാം റാങ്ക് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വേക്കൻസി വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പറയാൻ പറ്റില്ല എത്ര വേക്കൻസി ഇനി അവിടെ വരാം, എത്ര അഡ്വൈസ് അവിടെ പോവാം. കാരണം ഞാൻ നേരത്തെ ആ ഒരു മലപ്പുറത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം പഠിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും വെച്ചിട്ട് പഠിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. ഒട്ടും ഇതാവാതെ നമുക്ക് ടൈം ഉണ്ടല്ലോ, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടല്ലോ എന്നുള്ള ഒരു കാര്യം വേണ്ട. ഇതിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതിന് തന്നെ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നമ്മളെ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. അത് സോൾവ് ചെയ്തതിനു ശേഷം നമുക്ക് ഇന്നത്തെ ഈ ഒരു വെബിനാർ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Thank you, sir. Okay, thank you.